കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകൾക്കാണെങ്കിലും മൂത്രാശയക്കല്ലുള്ള ആളുകൾക്ക് അതുപോലെ പ്രമേഹമുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു വാഴപ്പിണ്ടി നമുക്ക് ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു മരുന്ന് കൂടിയാണ് കേട്ടോ. അത് എത്ര പേർക്ക് അറിയാം. അപ്പം ഈ ഒരു വാഴപ്പിണ്ടിയെ കുറിച്ചിട്ടുള്ള എൻ്റെ അറിവ് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പ്രമേഹമുള്ള ആളുകളിലുണ്ടല്ലോ ഈ ഒരു വാഴപ്പിണ്ടി നിങ്ങൾ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ പ്രമേഹം നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. പിന്നെ അത് മാത്രമല്ല, വാഴപ്പിണ്ടിയിൽ ഒരുപാട് നാരുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വരുന്ന വിഷാംശങ്ങൾ അത് പുറത്ത് കളയാനൊക്കെ ആയിട്ടുള്ള എൻ്റെ ഇതിന് സഹായിക്കുന്നതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെയൊക്കെ വയറിൽ നമ്മൾ അറിയാതെ പോലും മുടി ഉണ്ടല്ലോ, നമ്മൾ തലമുടിയാണെങ്കിലും അതുപോലെ നമ്മൾ അറിയാതെ നമ്മുടെയൊക്കെ വയറിൽ ചെന്ന് കൂടുന്ന ഓരോരോ ദഹിക്കാതെ കിടക്കുന്ന ഓരോരോ സാധനങ്ങൾ, അപ്പോൾ അതൊക്കെ വയറിൽ ദഹിച്ച് പോകാനൊക്കെ ആയിട്ടും വയറ് ശുചിയാവാനൊക്കെ ആയിട്ടും വാഴപ്പിണ്ടി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ പ്രമേഹ രോഗികൾക്ക് ഈ ഒരു വാഴപ്പിണ്ടി നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് ജ്യൂസ് അടിച്ചിട്ട് നിങ്ങൾ അത് രാവിലെയൊക്കെ തന്നെയാണ് ആ ഒരു ജ്യൂസ് കുടിക്കുന്നതെങ്കിൽ പ്രമേഹം നിയന്ത്രിച്ച് നിർത്താനൊക്കെ ആയിട്ടും നമ്മുടെ ബ്ലഡിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്താനൊക്കെ ആയിട്ടും ഈ ഒരു വാഴപ്പിണ്ടി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ മൂത്രാശയക്കല്ലുള്ള ആളുകൾക്ക് വാഴപ്പിണ്ടി കൊണ്ടുള്ളതിൻ്റെ ഒരു മരുന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത് വെറും വയറ്റിൽ കഴിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അത് 7 ദിവസമാണ് നിങ്ങളിത് കഴിക്കേണ്ടത്. മൂത്രാശയക്കല്ല, കിഡ്നി സ്റ്റോണൊക്കെ ഉള്ള ആളുകൾ ഈ ഒരു വാഴപ്പിണ്ടി നമുക്കത് വെറുതെ ഇതുപോലെ ചെത്തി എടുത്തിട്ട് വെറുതെ മിക്സിയുടെ ജാറിൽ അടിക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു വെള്ളം കിട്ടുമല്ലോ, ആ വെള്ളം നിങ്ങൾ കൈകൊണ്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ ഒരു വെള്ളത്തിൻ്റെ ജ്യൂസ് നിങ്ങൾ വെള്ളത്തിൽ ജ്യൂസ് അടിക്കുമ്പോൾ വെള്ളം ചേർക്കാണ്ട് തന്നെ അടിക്കണം കേട്ടോ. ആ ഒരു വെള്ളം നിങ്ങൾ രാവിലെ വെറും വയറ്റിലാണ് കഴിക്കുന്നതെങ്കിൽ കിഡ്നി സ്റ്റോൺ അലിഞ്ഞു പോകാനൊക്കെ ആയിട്ടും മൂത്രാശയക്കല്ലൊക്കെ ഉള്ളവർക്ക് വേദന ഒക്കെ കുറഞ്ഞിട്ടാനൊക്കെ ആയിട്ടും നല്ലതാണ് കേട്ടോ. ഏകദേശം ഒരു 7 ദിവസം 8 ദിവസമൊക്കെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ വാഴപ്പിണ്ടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പരിപ്പൊക്കെ ഇട്ട് വെച്ച് അത് കഴിക്കുന്നത് നല്ലതാണ്. വയറിൽ എന്തൊക്കെ അസ്വസ്ഥതകളുള്ള ആളുകൾക്കാണെങ്കിലും അതുപോലെ വയറ് ശുചിയാവാനൊക്കെ ആയിട്ടും ഇതുപോലെയുള്ള റെസിപ്പീസ് നിങ്ങൾ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ പരിപ്പിട്ട് വെക്കുമ്പം ചില ആളുകൾ പറയാറുണ്ട് നമുക്ക് വയറിൽ ഗ്യാസ് കയറുന്നു. പക്ഷേ വാഴപ്പിണ്ടി ഇട്ടിട്ടാണ് നിങ്ങൾ ഇതിങ്ങനെ വെക്കുന്നതെങ്കിൽ ഒരിക്കലും തന്നെ വയറിൽ ഗ്യാസ് കയറത്തില്ല കേട്ടോ, വയറിൽ ദഹനം ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഞാനിപ്പം വാഴപ്പിണ്ടിയും അരിഞ്ഞിട്ടിട്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് പരിപ്പും കൂടെ ചേർത്തിട്ട് ഒത്തിരി വെള്ളം ചേർത്തിട്ട് വേവിച്ച് ഉടച്ച് വെച്ചായിരുന്നു കേട്ടോ. ഇനി ഇത് നമ്മൾ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ചേർക്കാം. ഗ്യാസ് ട്രബിളൊക്കെ ഉള്ള ആൾക്കാർക്ക് വെളുത്തുള്ളി കൂടുതലാക്കാം. അതുപോലെ പച്ചമുളകും പിന്നെ എന്നാ നമ്മൾ സവാളയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മളവിടെ വേവിച്ച് വെച്ചേക്കുന്നതുണ്ടല്ലോ, അതുപോലെ നമ്മുടെ ഒരു അരപ്പിലേക്ക് കൂട്ടാം കേട്ടോ. ഇതുപോലെ ഒന്ന് കൊട്ടിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൂട്ടിയിളക്കാം. അതിനുശേഷം നമ്മൾ ഫസ്റ്റിൽ തന്നെ പരിപ്പ് വേവിക്കുമ്പം ഉപ്പിടാതെ തന്നെ വേവിച്ചിട്ട് നമ്മൾ കൂട്ടാൻ അടുപ്പത്തൊക്കെ വെച്ച് തിളച്ച് നല്ല വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ ഉപ്പിടുന്നതായിരിക്കും. നമുക്ക് പരിപ്പ് നല്ല ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ, ടേസ്റ്റും ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് അതുപോലെ ഒത്തിരി തേങ്ങ ചിരവി എടുത്തിട്ട് ചെറിയ കുഞ്ഞ് ജീരകം, വയറിന് നല്ലതുണ്ട്. ഗ്യാസ് ട്രബിളൊക്കെ ഉള്ളവർക്ക് നമ്മൾ ചെറിയ ജീരകം ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ട് അതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു പരിപ്പുണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ കൊട്ടുക കേട്ടോ. ഇതിങ്ങനെ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വിശപ്പില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ കറി വെച്ചൊക്കെ കൊടുക്കുന്നത് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് നഖം കടിക്കുന്നൊക്കെ കുട്ടികൾ, നമുക്ക് വയറിലൊക്കെ കുട്ടികളുടെയൊക്കെ പറയാൻ പറ്റത്തില്ല, ദൂരം നഖമൊക്കെ അകത്ത് ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നഖമൊക്കെ അകത്ത് പോയേക്കുന്നത് അതുപോലെ മുടിയൊക്കെ അകത്ത് പോയേക്കുന്ന കുട്ടികൾക്കൊക്കെ എല്ലാം ഇതൊക്കെ പുറത്ത് പോകാനൊക്കെ ആയിട്ട് വയറ് ശുചിയാവാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം മറന്നൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിലും ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാം. ബൈ.